IVF-ന് വേണ്ടിയിട്ട് പേഷ്യൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പല പേഷ്യൻസ് നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ എഗ്ഗ് എടുക്കുന്ന പ്രൊസീജിയർ ചെയ്യുമ്പോൾ എൻ്റെ ഓവറിയിൽ ബാക്കി എഗ്ഗിൻ്റെ നമ്പറിന് കുറവ് വരുമോ എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ സൈക്കിളിലും FSH എന്ന് പറയുന്ന ഹോർമോണിന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് റിക്രൂട്ടഡ് ആയിട്ട് വരുന്ന ആൻഡ്രൽ ഫോളിക്കിൾസിനെ മാത്രമേ നമുക്ക് ഇഞ്ചെക്ഷൻസ് എടുക്കുന്നതിലൂടെ വലുതാക്കി എടുക്കാനും അതിൽ നമുക്ക് എഗ്ഗ് റിട്രൈവ് ചെയ്യാനും പറ്റത്തുള്ളൂ. എന്നാലും നമ്മുടെ ഒവേറിയൻ റിസർവ് എന്ന് പറയുന്നത് പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, പ്രീ ആൻഡ്രൽ ഫോളിക്കിൾ എന്ന് അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫോളിക്കിൾസ് നമ്മുടെ ഓവറിൽ റിമൈനിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ IVF-ൽ എഗ്ഗ് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചെക്ഷൻസ് എടുക്കുന്നതുകൊണ്ട് ആ ഫോളിക്കുലർ നമ്പറിന് ഒരു വ്യത്യാസവും വരികയില്ല. അതേസമയം നമ്മൾ സാധാരണ കൂടുതലും IVF സജസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് എഗ്ഗിൻ്റെ നമ്പർ കുറവുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ ഏജ് കൂടുതലുള്ള സ്ത്രീകളിലാണ്. അങ്ങനെയുള്ളവരിൽ സ്വാഭാവികമായിട്ടും എഗ്ഗിൻ്റെ നമ്പർ കുറവായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ആ രീതിയിൽ കുറയുന്നതല്ലാതെ IVF-ൻ്റെ ഇഞ്ചെക്ഷൻസ് എടുത്ത് എഗ്ഗ് വളർത്തുന്നതുകൊണ്ട് നമ്മുടെ ഓവറിയിലെ എഗ്ഗിൻ്റെ നമ്പർ കുറയുകയില്ല.